ഹായ് നമസ്കാരം. സ്വദേശ് മെഗാ ക്വിസ്, സ്വാതന്ത്ര്യദിന ക്വിസ് എന്നീ ക്വിസ് മത്സരങ്ങളിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗാന്ധിജിയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോകളിൽ ഗാന്ധിജിയുടെ ജനനം മുതൽ 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോകൾ കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം, 1932 രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗാന്ധിജി പങ്കെടുത്തു. ഇംഗ്ലണ്ടിലായിരുന്നു ഈ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരുന്നത്. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 ഇതിൽ കോൺഗ്രസ്സുകാർ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിരുന്ന ഒരു നേതാവായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മാക്ഡൊണാൾഡ് ആയിരുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. ദളിത് വിഭാഗങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് നൽകുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ഗാന്ധിജി ഇതിനെ ശക്തമായി എതിർക്കുകയും അംബേദ്കർ അനുകൂലിക്കുകയും ചെയ്തു. ഇർവാദ ജയിലിൽ ആയിരുന്ന ഗാന്ധിജി അവിടെ നിരാഹാരം ആരംഭിച്ചു. അവസാനം അംബേദ്കർ ഗാന്ധിജിയുമായി സന്ധി ചെയ്യുകയും അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് പിൻവലിക്കുകയും ചെയ്തു. ഈ ഒരു ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുണ്ടായ ഈ ഒരു സന്ധിയെയാണ് പൂന കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1932 ഇത്. 1933 ഗാന്ധിജി ഹരിജൻ എന്ന പത്രം ആരംഭിച്ചു. 1934 അദ്ദേഹത്തിൻ്റെ 4ാം കേരള സന്ദർശനം നടന്നു. ഹരിജന ഫണ്ട് ശേഖരണത്തിനു വേണ്ടിയാണ് 4ാം കേരള സന്ദർശനം നടന്നത്. വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി അദ്ദേഹത്തിന് തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകുകയുണ്ടായി. ഐത്തോച്ചാടനത്തിനായി ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. 1936 മഹാരാഷ്ട്രയിലെ വാർധയിൽ അദ്ദേഹം സേവാഗ്രാം ആശ്രമം സ്ഥാപിക്കുകയുണ്ടായി. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് വിളംബരം പുറപ്പെടുവിച്ചത്. 1937 ഗാന്ധിജിയുടെ 5ാം കേരള സന്ദർശനം നടന്നു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1937 തൻ്റെ 5ാമത്തെ കേരള സന്ദർശനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥയാത്ര എന്നാണ്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹ സമരമുറ ആരംഭിച്ചു. ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയെ ആയിരുന്നു. 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് നൽകിയത് ഗാന്ധിജിയാണ്. ഓഗസ്റ്റ് ക്രാന്തി പ്രസ്ഥാനം എന്ന പേരിലും ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്നുണ്ട്. 1944 ഗാന്ധിജിയുടെ പത്നിയായിരുന്ന കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴായിരുന്നു അന്ത്യം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഈ സമയത്ത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? അദ്ദേഹം ബംഗാളിലെ നവഖാലി എന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ വിഭജനാനന്തരം ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ കലാപകാരികളുടെ ഇടയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ഈ സമയത്ത്. 1948 ജനുവരി 30 തൻ്റെ 78ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ വധിച്ചത് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന വ്യക്തിയായിരുന്നു. ഇതോടെ ഗാന്ധിയുഗം അവസാനിച്ചു. നമുക്ക് ഇനി ഗാന്ധിയെക്കുറിച്ചുള്ള മറ്റു ചില വസ്തുതകൾ കൂടി നോക്കാം. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരായിരുന്നു? വിനോബ ഭാവെ.
ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി ആരായിരുന്നു? മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ സെക്രട്ടറി ആയിരുന്ന മഹാദേവ ദേശായി രചിച്ച ഗ്രന്ഥമാണ് ഡേ ടു ഡേ വിത്ത് ഗാന്ധി. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിയുടെ സ്കൂളിൽ ഇൻസ്പെക്ഷന് വന്ന അധ്യാപകൻ മിസ്റ്റർ ഗെയിൽസ്. ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടപ്പെട്ട വൈഷ്ണവ ജനതോ എന്ന ഗാനം രചിച്ചത് ആരാണ്? നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി GP പിള്ള. ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ബാബ ആംതെ. എന്നെ സംബന്ധിച്ച് ഈശ്വരനും ഗാന്ധിയും രണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ ഒന്നായിരിക്കുന്നു. എനിക്ക് ഗാന്ധി ഈശ്വരതുല്യൻ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മീരാബെൻ. ക്രിസ്തു ലക്ഷ്യം കാട്ടിത്തന്നു, ഗാന്ധി വഴിയും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മാർട്ടിൻ ലൂതർ കിങ്. ഇതുപോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരുപാട് നല്ലതാകുന്നത് നല്ലതല്ല എന്ന് ഗാന്ധിജിയുടെ മരണം അറിഞ്ഞപ്പോൾ പറഞ്ഞതാരാണ്? ജോർജ് ബെർണാഡ് ഷാ. അടുത്തത് ബോണസ് ക്വസ്റ്റ്യനാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് എന്നതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഉത്തരം പറഞ്ഞവരുടെ പേര് പറയുന്നതായിരിക്കും. സ്വദേശി ക്വിസിന് ആവശ്യമായ പൊതുവിജ്ഞാന ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.